ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലിപ് ബാമിലേക്കുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഫ്രാഗ്രൻസുകളാണ്, ബട്ടേഴ്സാണ്, വാക്സുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മളിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ, അതിനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ് ബാമിലേക്ക് നമ്മൾ ലിപ് ബാമിൻ്റെ കിറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ ലൂസായിട്ടുള്ള ഐറ്റംസും കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടേഴ്സ്, ഓയിൽസ്, വാക്സ്, കളറ് അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന ഷിയ ബട്ടർ. ഷിയ ബട്ടർ വന്നിട്ട് റിഫൈൻഡ് ഷിയ ബട്ടർ ആണ് കേട്ടോ. അൺറിഫൈൻഡ് ഷിയ ബട്ടർ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. റിഫൈൻഡ് ബട്ടേഴ്സ് ആണ് കേട്ടോ വരുന്നത്. 50 ഗ്രാം തൊട്ടിട്ടാണ് നമ്മൾ ഷിയ ബട്ടറും അതുപോലെ തന്നെ ബട്ടേഴ്സൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് കൊക്കോ ബട്ടർ ആണ്. കൊക്കോ ബട്ടറും 100 ഗ്രാമിൻ്റെയും 50 ഗ്രാമിൻ്റെയും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ട് നമുക്ക് മാംഗോ ബട്ടർ ആണ് കേട്ടോ. മാംഗോ ബട്ടറും ഇതുപോലെ തന്നെയാണ്. എല്ലാ ബട്ടേഴ്സും 50 ഗ്രാം തൊട്ടിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ആൽമണ്ട് ബട്ടർ വരുന്നുണ്ട് കേട്ടോ. ആൽമണ്ട് ബട്ടർ വരുന്നുണ്ട്. അപ്പോൾ 4 ബട്ടേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ, ആൽമണ്ട് ബട്ടർ, മാംഗോ ബട്ടർ. പിന്നെ അടുത്തത് വന്നിട്ട് വാക്സുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീസ് വാക്സ് ആണ്. ഇതുപോലുള്ള വാക്സ് ആണ് കേട്ടോ വരുന്നത്. ചിലർ ചോദിക്കാറുണ്ട് ഇങ്ങനെ കട്ടി പോലെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇല്ല, നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള വാക്സ് ആണ് കേട്ടോ ബീസ് വാക്സ് വരുന്നത്. അപ്പോൾ ബീസ് വാക്സും ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി വരുന്നത് 50 ഗ്രാം ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് കർണോബ വാക്സ് ആണ്. കർണോബ വാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള വാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ശകലം ഇട്ട് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് വന്നിട്ട് കാൻഡലീല വാക്സ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ 10 ഗ്രാം തൊട്ടിട്ടാണ് വരുന്നത്. നമുക്ക് ബീസ് വാക്സിനെക്കാട്ടും റേറ്റ് കൂടുതലാണ് കേട്ടോ മറ്റേ വാക്സുകൾക്ക്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലിപ് ബാമിലേക്കുള്ള കളറുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഗാനിക് ആയിട്ട് ലിപ് ബാം ചെയ്യുകയാണെങ്കിലും അതിൽ കളർ ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ലിപ്പിലേക്ക് തീരെ ടിൻറ്റഡ് ലിപ് ബാമുകളിലേക്ക് നമ്മൾ ചേർക്കുന്ന കളറാണിത്. അപ്പോൾ നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് ബ്രൈറ്റ് റെഡ് ആയിരുന്നു. നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ ആണ് കേട്ടോ. പിന്നെ നമുക്ക് പിങ്ക് കളർ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ കാണുമ്പോൾ പിങ്ക് അല്ല, നമ്മൾ ലിപ് ബാമിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അതൊരു പിങ്ക് കളറിലാണ് കേട്ടോ വരിക. നെക്സ്റ്റ് വന്നിട്ട് ചോക്ലേറ്റ് കളറാണ്. ചോക്ലേറ്റ് കളർ ഇതേ ഇങ്ങനെയാണ് കേട്ടോ വരിക. നെക്സ്റ്റ് റെഡാണ്. നമുക്ക് റെഡും ഉണ്ട്, ബ്രൈറ്റ് റെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ റെഡാണ് ദേ കാണുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ലിപ് ബാമിലേക്ക് യൂസ് ചെയ്യുന്ന ഓയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബീട്രൂട്ട് ഓയിലാണ് വരുന്നത്. അപ്പോൾ ദേ ഇതാണ് കേട്ടോ. 25 ml തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കാസ്റ്റർ ഓയിലാണ്, നമ്മുടെ ആവണക്കെണ്ണയാണ് കേട്ടോ. അതും 25 ml തൊട്ടിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ആപ്രിക്കോട്ട് ഓയിലാണ്. ഇതൊക്കെ നമ്മൾ ലിപ് ബാമിലേക്ക് യൂസ് ചെയ്യുന്ന ഓയിൽസ് ആണ്. ഇതെല്ലാം നമ്മുടെ ലിപ്പിൽ വളരെ നല്ലതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വന്നിട്ട് റോസ് ഹിപ്പ് ഓയിലാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലിപ്പിന് ഡ്രൈനെസ് വരാതിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒലിവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതും 25 ml ആണ്. നെക്സ്റ്റ് നമുക്ക് ആൽമണ്ട് ഓയിലൂടെ വരുന്നുണ്ട് കേട്ടോ. ആൽമണ്ട് ഓയിലും 25 ml തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, ലിപ് ബാമിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിൽസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു 11ഓളം ഫ്രാഗ്രൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ലിപ് ബാമിലേക്കുള്ളത്. ഇതെല്ലാം ലിപ് സേഫ് ഫ്രാഗ്രൻസുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വരുന്നത് ഹണിയുടെ സ്മെല്ലാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഹണിയുടെ. നെക്സ്റ്റ് വന്നിട്ട് ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ സ്മെല്ല് 25 ml തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ കുറവ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് വാനിലയുടെ സ്മെല്ലാണ്. അതും നല്ലൊരു സ്മെല്ലാണ്. പിന്നെ നമുക്ക് റോസിൻ്റെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഗുവയുടെ സ്മെല്ലാണ് കേട്ടോ. ഇത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇതൊരു പിയറിൻ്റെ സ്മെല്ലാണ് കേട്ടോ. നെക്സ്റ്റ് സ്ട്രോബെറി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ്. പിന്നെ ലിച്ചിയുടെ സ്മെല്ല് കേട്ടോ. ലിച്ചിയുടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. നെക്സ്റ്റ് വന്നിട്ട് കോഫിയുടെയും നല്ലൊരു സ്മെല്ല് തന്നെയാണ്. നെക്സ്റ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നമ്മുടെ ചോക്ലേറ്റിൻ്റെ സ്മെല്ല് പോലെയല്ല, വേറൊരു സ്മെല്ലാണ്. നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂബെറിയുടെ സ്മെല്ല്. ബ്ലൂബെറിയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലാണ്. ഇത്രയും ഐറ്റംസാണ് ലിപ് ബാമിലേക്കുള്ളതിൽ നമുക്ക് വരുന്നത്. ഇതിൽ പിന്നെ ലിപ് ബാമിൻ്റെ ബോട്ടിൽസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിപ് ബാമിലേക്കുള്ള ഐറ്റംസ് വേണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. കിറ്റിൽ ഇതുപോലെ ബട്ടേഴ്സ് എല്ലാം കൂടി ആഡ് ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ കിറ്റുകൾ മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിറ്റുകളും മേടിക്കാം. അല്ലാതെ ഇങ്ങനെ ലൂസായിട്ടാണ് ഐറ്റംസ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെയും മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.